വെൽക്കം ടു ദി വീഡിയോ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പേഴ്സണൽ പ്രൊണോമൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊണോമൻ എന്നാണ് ജർമ്മനിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തത് വെർബ് കോൺജുഗേഷൻസ് ആണ്. സൈനും ഹാബനും വെച്ചുള്ള രണ്ട് വെർബ് കോൺജുഗേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പേഴ്സണൽ പ്രൊനൗൺസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയും ജർമ്മനിൽ. എന്ന് പറഞ്ഞാൽ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് പ്രൊനൗൺസ് എന്ന് ഉപയോഗിക്കുന്നത്. അത് ജെൻഡർ അനുസരിച്ച് അതിൻ്റെ ഫോമിന് വ്യത്യാസങ്ങളും വരും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ, അതായത് ഒരാളെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുമല്ലോ ഞാൻ എന്ന് നമ്മൾ പറയും. അത് ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്ന് പറയും, ഐ ആം എന്ന് പറയും. അതിൽ ജർമ്മനിൽ അതിനുമാണ് ഇഷ് എന്നാണ് പറയുന്നത്. ഇഷ്, അതിന് നമ്മൾ സിംഗുലറായിട്ടുള്ള നമ്മൾ അത് പറയുന്നത് ഇഷ് എന്നാണ്. അത് പ്ലൂറാലാവുമ്പോഴോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വി ആർ എന്ന് പറയും. അപ്പം അതിന് നമ്മൾ മലയാളത്തിൽ പറയണം നമ്മൾ എന്നുള്ള കേസുകളാണ്. അതിന് ജർമ്മനിൽ പറയുന്നത് വിയർ എന്നാണ്. VIR എന്ന് പറഞ്ഞാൽ വിയർ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. വിയർ എന്നാണ് നമ്മളതിന് ജർമ്മനിൽ പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നീ എന്ന് പറയും, അല്ലെ താങ്കൾ എന്ന് പറയും. പക്ഷെ അത് ഇംഗ്ലീഷിൽ നമ്മളതിനെ യൂസ് ചെയ്യുന്നത് യു എന്ന് തന്നെയാണ്. കാരണം ഇംഗ്ലീഷിൽ രണ്ടിനെയും നമ്മൾ യു എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ അതിന് നീ, അല്ലെ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ താങ്കൾ, അല്ലെ കുറച്ചുകൂടെ പ്രായമായ ഒരാളെ നമ്മൾ താങ്കൾ എന്ന് അഭിസംബോധന ചെയ്യും. അതുപോലെ തന്നെയാണ് ജർമ്മനിലും രണ്ട് കേസുകളാണ് അതിനുള്ള. ഒന്ന് ദു എന്ന് പറയും. ദു എന്ന് പറഞ്ഞാൽ നമുക്കധികം നല്ല പരിചയമുള്ളവർ, മെയിൻലി കുട്ടികളെ നമുക്ക് ദു എന്ന് വിളിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് വഴിയിൽ കൂടെ പോകുന്ന ഒരാളോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ നിൽക്കുമ്പോൾ ഒരു കസ്റ്റമർ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു കൊളീഗിനെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെയാണ് നമ്മൾ സി എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. താങ്കൾ എന്നാണ് നമ്മളതിനെ അവരെ അഭിസംബോധന ചെയ്യേണ്ടത്. അതിൻ്റെ പ്ലൂറാൽ, അതായത് ദൂവിൻ്റെ പ്ലൂറാൽ വരുന്നത് ഇയർ എന്നാണ്. അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ട ഐ കഴിഞ്ഞ് വരുന്ന എച്ച് സൈലൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൗവൽ കഴിഞ്ഞ് വരുന്ന എച്ച് എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇയർ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിനെ നിങ്ങൾ എന്നല്ല അഭിസംബോധന. അതുപോലെ തന്നെ നമ്മൾ പ്ലൂറാലിലൂടെ ഇയർ എന്നാണ് നമ്മളതിനെ അഭിസംബോധന ചെയ്യേണ്ടത്. സിയുടെ പ്ലൂറാൽ സി തന്നെയാണ്. താങ്കൾ എന്ന് തന്നെയാണ് അതിനെ. ഒന്നിക്കുള്ള ആൾക്കാരുണ്ടെങ്കിലും സി എന്ന് തന്നെയാണ് നമ്മളിവിടെ അഭിസംബോധന ചെയ്യേണ്ടത്. അടുത്ത തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് നമ്മൾ വേറൊരാളെ പറ്റി സംസാരിക്കുമ്പോഴാണ് അത് തേർഡ് പേഴ്സണെ പറ്റി സംസാരിക്കുന്നതെന്ന് അർത്ഥം വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എർ എന്ന് ഉപയോഗിക്കുന്നത് അവൻ എന്നാണ്. സി എന്ന് ഉപയോഗിക്കുന്നത് അവൾ എന്നാണ്. എസ് എന്ന് ഉപയോഗിക്കുന്നത് അത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾക്കാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇതിൽ എസ് എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും തേർഡ് പേഴ്സണിൽ വരുമ്പോൾ. സെക്കൻഡ് പേഴ്സണിൽ വരുന്ന എസ്സുകൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. തേർഡ് പേഴ്സൺ പ്ലൂറാൽ വരുമ്പോൾ അതിന് കോമൺ ആയിട്ട് നമ്മൾ സി എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. സി എന്ന് ദേ, ഇംഗ്ലീഷിൽ ദേ എന്ന് പറയും. സി എന്നാണ് അതിന് ജർമ്മനിൽ അഭിസംബോധന ചെയ്യുന്നത്. ഇനി വെർബ് കോൺജുഗേഷൻ, സൈൻ എന്ന് പറഞ്ഞ വെർബ് കോൺജുഗേഷൻസ് ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിലേക്ക് വെർബ് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം രണ്ട് ഫസ്റ്റ് പേഴ്സൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഇഷ്യൂ വരുമ്പോൾ എപ്പോഴും ബിൻ ആണ് വരുന്നത്. ഐ ആം എന്നാണ് നമ്മളതിന് പറയുന്നത്. ഐ ആം എന്ന് പറയുമ്പോൾ ഇഷ് ബിൻ. വിയർ വരുമ്പോൾ വിയർ സിൻറ്റ് എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യണത്. നമ്മൾ പ്രൊനൗൺസിയേഷൻ സെക്ഷനിൽ പറഞ്ഞിരുന്നു ഡി അവസാനം വരുമ്പോൾ അതിന് ടി ആയിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ വിയർ സിൻറ്റ്. അടുത്തതായിട്ട് സെക്കൻഡ് പേഴ്സണിനെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൻ്റെ സിംഗുലർ വരുമ്പോൾ ദു എന്ന് പറയുമ്പോൾ യു എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ദു ബിസ്റ്റ്, യു ആർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ദു ബിസ്റ്റ്. അതിൻ്റെ സിംഗുലറിൽ തന്നെ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ സി ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സി സിൻറ്റ്. അതും യു ആർ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അത് പ്ലൂറാലിൽ പോകുമ്പോൾ ഇയർ സൈറ്റ്, യു ആർ. അതിൻ്റെ മറ്റേ സിയുടെ പ്ലൂറാൽ വരുമ്പോഴും സി സിൻറ്റ്. അത് രണ്ടും സെയിം ആണ്. സി സിൻറ്റ് എന്നാണ് ഇവിടെയും വരുന്നത്. അടുത്തത് തേർഡ് പേഴ്സണിലോട്ട് വരുമ്പം എർ സി എസ്. ഇതിന് മൂന്നിനും ഈസ്റ്റാണ് വരുന്നത്. ഇപ്പോൾ ഹീ ഈസ്, സി ഈസ്, ഇറ്റ് ഈസ് എന്നാണ്
നമ്മൾ പറയാറ്. അപ്പോൾ അത് ഇവിടെ എർ ഈസ്, സി ഈസ്, എസ് ഈസ്. അതിൻ്റെ പ്ലൂറാൽ വരുമ്പോൾ സി സിൻറ്റ്, ദേ ആർ എന്ന് പറയും. അതിലൊന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് നമ്മൾ സി സിൻറ്റ് എന്നാണ് നമ്മളതിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഈ 4 സിറ്റുവേഷനിലും നമ്മൾ യു എന്നാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പേഴ്സണിലെ നമ്മൾ സിംഗുലാർ ആയിട്ട് പറയുമ്പോഴും സെക്കൻഡ് പേഴ്സൺ പ്ലൂറാലായിട്ട് പറയുമ്പോഴും നമ്മളതിനെ യു ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ജർമ്മനിൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. 4 നമ്മളതിനെ അഭിസംബോധന ചെയ്യേണ്ടത്. പക്ഷേ സി, അതായത് നമ്മൾ അറിയാത്ത ഒരാളെ അഭിസംബോധന ചെയ്യുന്ന രണ്ടും സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരാളോട് അല്ലെ പരിചയമുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൂവും ഇയറും അത് രണ്ടും വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിനേക്കാളും. അടുത്തത് സി വരുമ്പോഴാണ്. സി സിംഗുലാറും പ്ലൂറാലും വരുമ്പോഴും തേർഡ് പേഴ്സൺ പ്ലൂറാൽ വരുമ്പോഴും അതിൻ്റെ വെർബ് കോഞ്ചുഗേഷൻസ് സെയിം ആയിരിക്കും. സി സിൻറ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിട്ടേൺ അല്ലെങ്കിൽ ഷ്രൈബൻ വരുന്ന സമയത്ത് ഇത് ക്യാപിറ്റലും സ്മോൾ ലെറ്ററും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തേർഡ് പേഴ്സണിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴും എസ് സ്മോൾ ലെറ്റർ ആയിരിക്കണം. നമുക്ക് ഈ വെർബ് കോഞ്ചുഗേഷൻസിൻ്റെയും പേഴ്സണൽ പ്രൊനൗമിൻ്റെയും ഓരോ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ടോം ആസ്ക് ജെറി ഹൂ ആർ യു. ടോം ജെറിയോട് ചോദിക്കുന്നു നീ ആരാണ്. അപ്പോൾ ജെറി ഒരാളെ ഉള്ളൂ. അപ്പോൾ ജെറി പറയണു ഇഷ് ബിൻ ജെറി, ഞാൻ ജെറി ആകുന്നു എന്ന് പറയുന്നു ജെറി. അപ്പം ഇഷിൻ്റെ വെർബ് കോഞ്ചുഗേഷൻ ബിൻ ആയതുകൊണ്ട് ഇഷ് ബിൻ ജെറി എന്ന് പറയുന്നു. അടുത്തത് ടോം ജെറിയോടും തോമസിനോടും ചോദിക്കുന്നു ഹൂ ആർ യു ഗൈസ്, നിങ്ങൾ ആരാണെന്ന് പറയുന്നു. അപ്പോൾ ജെറി പറയുന്നു വിയർ സിൻറ്റ് ജെറി ഉണ്ട് തോമസ് എന്ന് പറയുന്നു. അതായത് ഞങ്ങൾ ജെറിയും തോമസും ആണെന്ന് പറയുന്നു. ഇവിടെ പ്ലൂറാലായതുകൊണ്ട് വിയറും വന്നു, അതിൻ്റെ കോഞ്ചുഗേഷനായിട്ട് സിൻറ്റും വന്നു. അപ്പോൾ വിയർ സിൻ ജെറി ഉണ്ട് തോമസ് എന്ന് ജെറി പറയുന്നു. അടുത്ത സെക്കൻഡ് പേഴ്സൺ പ്ലൂറാലാണ്. അതിൽ ദു ബിസ്റ്റ് മൈൻ ഫ്രോയിൻറ്റ് എന്ന് പറയുന്നത്. അതായത് നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത്. ദൂവിൻ്റെ കോഞ്ചുഗേഷൻ വരുന്നത് ബിസ്റ്റ് ആയതുകൊണ്ട് ദു ബിസ്റ്റ് മൈൻ ഫ്രോയിൻറ്റ്. അടുത്തത് ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനോട് ടീച്ചർ പറയുന്നു ഇയർ സൈറ്റ് ലൗഡ്, നിങ്ങൾ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഇയർ സൈറ്റ് ലൗഡ്. ഇയറിൻ്റെ കോഞ്ചുഗേഷൻ സൈറ്റ് ആയതുകൊണ്ട് ഇയർ സൈറ്റ് ലൗഡ് എന്ന് പറയുന്നു. അടുത്ത നമ്മൾ പൊളൈറ്റ് ഫോമിൻ്റെ സി ആണ് നോക്കുന്നത്. ഇതിപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ നമ്മളൊരു പ്രായമായ ഒരാളുടെ അടുത്തോട്ട് പറയുന്നു സി സിൻ നെറ്റ്. അതായത് ആ ഷോപ്പ് കീപ്പറിന് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പൊളൈറ്റായിട്ട് പറയണം സി സിൻ നെറ്റ് എന്ന് പറഞ്ഞു. യു ആർ നൈസ് എന്ന് പറയുന്നു. അടുത്ത തേർഡ് പേഴ്സണിലേക്ക് വരികയാണെങ്കിൽ ടോം ജെറിയോട് ചോദിക്കുന്നു അതാരാണെന്ന് ചോദിക്കുന്നു. ഹൂ ഈസ് ഹി. ഇവിടെ ജർമ്മനിൽ പട്ടിയെ മസ്കുലിനായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വരും ലെസണിൽ അത് പറയാം. ഇപ്പോൾ പട്ടിയെ മസ്കുലിനായിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ജെറി പറയണു എറിസ്റ്റ് ബെല്ല. എർ എന്ന് പറഞ്ഞാൽ അത് ഹി എന്നാണ്. ഹി ഈസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ വെർബ് കോഞ്ചുഗേഷൻ ഈസ്റ്റ് എന്നാണ്. അപ്പോൾ എർ ഈസ്റ്റ് ബെല്ല. അടുത്തതായിട്ട് ടോം ജെറിയോട് ചോദിക്കുന്നു ഹൂ ഈസ് ഷീ. ഷീ എന്ന് പറയുന്നൊരു ഫെമിനിൻ ആയതുകൊണ്ട് ഒരാളെ ഉള്ളായതുകൊണ്ട് ജെറി റിപ്ലൈ ചെയ്യുന്നു സി ഈസ്റ്റ് ജിൻസി. അതായത് സി ഈസ്റ്റ്, സിയുടെ കോഞ്ചുഗേഷൻ ഈസ്റ്റ് ആയതുകൊണ്ട് സി ഈസ്റ്റ് ജിൻസി എന്ന് ജെറി പറയുന്നു. അടുത്തായിട്ടൊരു ബോളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ടോം ജെറിയോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ ജെറി പറയുന്നു എസ് ഈസ്റ്റ് ഐൻ ബാൾ, അതൊരു ബാളാണ് എന്ന് പറയുന്നു. എസ്സിൻ്റെ കോഞ്ചുഗേഷൻ വെർബ് കോഞ്ചുഗേഷൻ ഈസ്റ്റ് ആൻഡ് എസ് ഈസ്റ്റ് ഐൻ ബാൾ എന്ന് പറയുന്നു. ഒരു ബോൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്ത ഹാബൻ്റെ കോഞ്ചുഗേഷൻസ് ആണ്. ഹാബൻ്റെ കോഞ്ചുഗേഷൻസ് വരുമ്പോൾ സിംഗുലാറിൽ ഇഷ് വരുമ്പോൾ ഇഷ് ഹാബെ, ദു വരുമ്പോൾ ദു ഹാസ്റ്റ്, എർ സി എസ് എന്ന് പറയുമ്പോൾ ഹാറ്റ്, അതായത് ഹി ഹാസ് അല്ലെ ഷീ ഹാസ് എന്ന് പറയുന്ന പോലെ എർ സി എസിനകത്ത് ഹാറ്റ് എന്നാണ് പറയുന്നത്. ഇത് പ്ലൂറാൽ വരുമ്പോൾ വിയർ ഹാബൻ, ഇയർ ഹാപ്റ്റ്. അടുത്ത സി ആണ്. സി സിംഗുലറിലാണേലും സി പ്ലൂറാലിലാണേലും ഹാബനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ വെർബ് കോഞ്ചുഗേഷൻസ് ഹാബൻ്റെ കണ്ടു. ഇപ്പോൾ ഹിഷ് ഹാബെ, വിയർ ഹാബൻ, ദു ഹാസ്റ്റ്, ഇയർ ഹാപ്റ്റ്, സി ഹാബൻ, സി ഹാബൻ, എർ സി എസ് ഹാറ്റ്, സി ഹാബൻ. അങ്ങനെയാണ് ഈ വെർബ് കോഞ്ചുഗേഷൻ ഹാബൻ്റെ വരുന്നത്.
ഈ സൈൻ്റെ വെർബ് കോൺജുഗേഷൻസ് ആണെങ്കിലും ഹാബൻ്റെ വെർബ് കോൺജുഗേഷൻസ് ആണെങ്കിലും നമ്മളിത് ബേസിക്കായിട്ട് ഇത് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകും തോറും നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ. ഷ്രൈബനിലാണെങ്കിലും സ്പ്രെഹനിലാണെങ്കിലും എല്ലാത്തിനും നമുക്കിത് വളരെ ബേസിക്കായിട്ട് വേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ലെസണായിട്ട് കാണാം. Cheers.